നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളെ നമ്മൾ ചകഞ്ഞു നോക്കുമ്പോൾ മക്കളെക്കാൾ പ്രശ്നം മാതാപിതാക്കൾക്കാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് പല കുഞ്ഞുങ്ങളിലും ഇന്ന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. അതുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ, 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്തിരി കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ട്, പക്ഷേ ഇന്ന് 3 കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ മക്കൾക്ക് ശിക്ഷണം കൊടുക്കേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മക്കളെ പഠിപ്പിക്കേണ്ടതുമായ വിഷയങ്ങളെക്കുറിച്ച് ഒരു നല്ല പാരൻറ്റിങ്, ഈശോയിൽ വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല പാരൻറ്റിങ്ങിന് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദ്യം നിങ്ങൾക്ക് എടുക്കാം 1 എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ എടുക്കുക. അതിനകത്ത് 4-ാമത്തെ വചനം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എങ്ങനെ മക്കളെ വളർത്തണമെന്നുള്ളത് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയാണ്, മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. 1 എന്താണ്? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ വളർത്തണം. എഫെസോസിൻ്റെ 1 മുതൽ വായിച്ച നിങ്ങൾ മക്കളോട് മാതാപിതാക്കളോടുമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ, അപ്പോൾ കുട്ടികളുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ എന്നിട്ട് പറയണ. എന്നിട്ട് അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, പ്രതിഫലം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വാഗ്ദാനമാണ് മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ ഒരു തലമുറയ്ക്ക് കിട്ടുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നന്മ വരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിനക്ക് ഈ ലോക ജീവിതത്തിൽ നന്മ കൈവരാൻ. എന്നിട്ട് പിന്നെ പറയുകയാണ്, പിന്നെ മാതാപിതാക്കൾക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്ര. ഇത് കഴിഞ്ഞിട്ടാണ്, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. 2 കാര്യങ്ങൾ പറഞ്ഞു. 1 കർത്താവിൻ്റെ ശിക്ഷണം, 2 ഉപദേശം. എന്തൊക്കെയാ? കർത്താവിൻ്റെ 2 ഉപദേശം. ഓക്കെ, ഇത് കർത്താവിൻ്റെ ശിക്ഷണത്തിൽ, ആ വാക്ക് കർത്താവിൻ്റെ ശിക്ഷണത്തിലാണ് മക്കളെ വളർത്തേണ്ടത്, അല്ലാതെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ശിക്ഷണത്തിലല്ല, മാതാപിതാക്കളുടെ ശിക്ഷണത്തിലല്ല മക്കളെ വളർത്തേണ്ടത്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇപ്പോഴും നമ്മൾ പറയല്ലേ, ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഭർത്താവ് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അപ്പൻ ഇങ്ങനെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. അമ്മയും +2 പഠിക്കുന്ന മകളും തമ്മിലാണ് അടി നടക്കുന്നത്. അപ്പന് ഇതിനൊക്കെ ദൃക്സാക്ഷിയായിട്ട് ശാന്തമായിട്ടിരിപ്പുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇനിയിപ്പോൾ എങ്ങനെ ഇടപെടേണ്ട വന്നാൽ, കയറി ഇടപെടേണ്ട ഒരു ആവശ്യം വന്നാൽ മാത്രം ഇടപെടാവുന്ന രീതിയിൽ പുള്ളി കയ്യെ കെട്ടി വളരെ ശാന്തനായിട്ടിരിക്കുക. അപ്പോൾ മകൾ പുറത്തു പോകുന്ന കാര്യത്തിൽ അതിന് ലേറ്റായിട്ട് വരുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് വിഷയം തുടങ്ങിയത്. അപ്പോൾ മകൾ പറഞ്ഞു, അതെ നിങ്ങൾക്ക് മാത്രമല്ലേ കുഴപ്പമുള്ളൂ, അവളുടെ മാതാപിതാക്കൾക്കൊന്നും കുഴപ്പമില്ലല്ലോ വൈകി വരുന്നതിന്, നിങ്ങൾക്ക് എന്നാ ഇപ്പോൾ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവോ? ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലേ? ഇച്ചിരി വൈകിട്ട് അവർക്കൊക്കെ ഫ്രീ ആകുള്ളൂ, അതുകൊണ്ടല്ലേ വൈകിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ചേ. അപ്പോൾ അതുകൊണ്ട് അത് മാതാപിതാക്കൾ പറഞ്ഞ് 9 മണിക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു 9 മണിക്കൊക്കെ ഞങ്ങൾ തുടങ്ങുള്ളൂ, പിന്നെ അങ്ങനെ 9 മണിക്ക് തിരിച്ചു വരുന്നത് 10-11 മണിയൊക്കെ ആവുന്നുള്ളൂ പറഞ്ഞു. മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളാണ് നിനക്ക് ഭക്ഷണം തരുന്നെങ്കിൽ, എന്തോ ഞങ്ങളാണ് നിനക്ക് ഭക്ഷണം തരുന്നതെങ്കിൽ, ഞങ്ങളുടെ കീഴിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. നീ നിന്റെ കാലിൽ നിൽക്കാൻ തുടങ്ങി, നീ അധ്വാനിക്കാൻ തുടങ്ങി, കാശ് കൊണ്ടാക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടപ്രകാരം. പക്ഷെ ഇപ്പം നീ ഞങ്ങളുടെ കീഴിലാണ് നിൽക്കുന്നത്, ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പോഴേക്കും മകള് വീട് ബയലിലാകാൻ തുടങ്ങി. നിങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, വേറെ ആർക്കൊന്നും കുഴപ്പമില്ല, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഭാഷയും പറയാൻ പറ്റിയല്ലോ. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പൻ ഇങ്ങനെ ശാന്തമായിട്ടിരിപ്പുണ്ട്. എന്നാ പറയാൻ ഇതിനകത്ത്? എന്നാൽ ഇവരെ ആരെങ്കിലും ഒരാൾ നിർത്തണ്ടേ? ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ല, ആരെങ്കിലും ഒരാൾ നിർത്തണ്ടേ? ഓർത്തി അമ്മയും അതിൻ്റെ ഇരട്ടി സ്വരത്തിലാണ് അതിനേക്കാളും വിഷയമായിട്ട് പറയുന്നിട്ട് അമ്മ ചോദിച്ചു, അല്ല എനിക്കൊരു സംശയം, എന്നാ ഇപ്പം ഞാൻ നിൻ്റെ മകളാണോ നീ എൻ്റെ മകളാണോ? ഞാൻ നിന്നെ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്?
അമ്മ പറയണേ, ഞാൻ നിന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും? ഞാനല്ലേ അമ്മ, നീ അപ്പം ആരാ അനുസരിക്കണ്ടേ? അപ്പം അമ്മ പറയാണ്, ഞാൻ നിന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാനല്ലേ നിൻ്റെ അമ്മ, നീയല്ലല്ലോ എൻ്റെ അമ്മ. അവസാനം സായി കേട്ടിട്ട് അപ്പം പറഞ്ഞു, നിങ്ങൾ ദയവായിട്ടൊന്ന് സമാധാനം തരാമോ, പ്ലീസ്, ഒരല്പ സമാധാനം തരാമോ? ആരെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം ആരെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാമോ? ഇത് പുള്ളിക്കാരത്തി പെട്ടെന്ന് വൈകാരികമായിട്ട് ഇമോഷണലായി അങ്ങോട്ട് കടന്നു വന്നിട്ട് പറയുമോ, പിന്നെ പഴയ ചരിത്രമൊക്കെ പറയും. എന്നാണെന്നറിയാവോ, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ ദാരിദ്ര്യം കിടന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം ഒന്നിനും കുറവില്ലാതെ വളർത്തിയതാണ് ഈ പ്രശ്നമൊക്കെ, വളർത്തു ദോഷം അതല്ലാതെ വേറെ എന്നാ പറയുന്നത്? ആരെ പറയുന്നത്? സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക വളർത്തു ദോഷം. ആരാ വളർത്തിയ? ഇതൊക്കെ തന്നെ വളർത്തിയ. എന്നിട്ട് പറയണം നിന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, വളർത്തു ദോഷം. വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക, പിന്നെ ഇമോഷണൽ. അപ്പം ഇവളും വിട്ടുകൊടുക്കുമല്ലോ, അവൾ അതിനേക്കാളും വാശിയാണ്. ഇതിൻ്റെ അല്ലേ സാധനം, ഇതിൻ്റെ എല്ലാ ഐറ്റം. ഇപ്പോഴും അതിനേക്കാളും ആകുമ്പോൾ അവസാനം അപ്പൻ ഇടയ്ക്കേറി, നിങ്ങളൊന്ന് സമാധാനം തരാമോ? ഭർത്താവ് പറഞ്ഞു, എൻ്റെ അച്ഛാ, അവൾക്ക് അങ്ങോട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ പിള്ളേർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് കണ്ടില്ല സ്വഭാവം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് ഇതെല്ലാം പറഞ്ഞിരുന്ന് മോങ്ങുകയും ചെയ്യുന്നു. അച്ഛനും പറയുന്നത് എന്നാണെന്നറിയാമോ, നമ്മുടെ വൈകാരികതയുടെ മീതെയല്ല കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. പലപ്പോഴും ഒരു വീട്ടിൽ ഞാൻ ഇപ്പോൾ ഇത്തിരി പോന്ന കുഞ്ഞാ, 1 വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ളൂ. ജീവിത പങ്കാളിയായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, ജീവിത പങ്കാളിയുടെ അമ്മയായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. അതിൻ്റെ പേരിൽ ഓടി വന്നിട്ട് ആ കട്ടിലേലിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചിട്ട് തലക്കും വിലക്കി അടിക്കുന്ന പോലെ അതിനിട്ട് വെറുതെ കൊടുക്കുക. കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് കരഞ്ഞാന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന ദേഷ്യം മുഴുവനും തിരിച്ചു വന്നിട്ട് ഈ ഇത്തിരി പോകുന്നതിനായിട്ട് പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം തീർത്ത വചനം വളരെ ഷാർപ്പാണ്. വചനം കർത്താവിൻ്റെ ശിക്ഷണത്തിൽ, ദൈവത്തിൻ്റെ ശിക്ഷണത്തിലാണ് മക്കളെ വളർത്തേണ്ടത്. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, രണ്ടാമത് പറയാണ്, കർത്താവിൻ്റെ ഉപദേശത്തിൽ വളർത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ മക്കളെ വളർത്ത്. ഇതൊക്കെ ചെറുപ്പത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെക്കാളും വൈകാരിക പക്വത ഇല്ലാത്തതാണ് മാതാപിതാക്കളെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വൈകാരിക പക്വത ഉണ്ടാകില്ല. അതാണ് പ്രശ്നം. എൻ്റെ അപ്പനും അമ്മയും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പനും അമ്മയ്ക്കും വൈകാരിക പക്വത ഇല്ലാത്ത ഒരിടത്തിൽ വസിക്കുന്ന ഒരു കുഞ്ഞിനെങ്ങനെ ഈ വൈകാരിക പക്വത ഉണ്ടാകും? ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വൈകാരിക പക്വത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ചില സമയത്തൊക്കെ പറയുമ്പോഴും ഭാരമുണ്ട്. കാരണം അവരുടേതാണ് ജീവിതത്തിൻ്റെ ഇന്നലകൾ തകർത്ത് കളഞ്ഞ ഒരു വൈകാരിക ജീവിതത്തിൻ്റെ അവസ്ഥ ഉണ്ടാകാം. പക്ഷെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെല്ലാം മുറിവുകൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, നമുക്ക് എന്തെല്ലാം വേദനകൾ ഇന്നലകളിൽ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, മക്കളെ വളർത്തുന്ന വിഷയം വരുമ്പോൾ നമ്മുടെ വൈകാരികതയ്ക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് കർത്താവിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അതല്ല എങ്കിൽ ഇതെല്ലാം തിരിച്ചടിക്കും. ഇവർക്ക് സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ, തിരിച്ചു പറയാറാകുന്ന സമയം മുതൽ ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങും. അതുവരെ അവിടെ നിൽക്കും. കാരണം എന്താ? അവർക്ക് ഇവർക്ക് എഴുതി നിൽക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു സമയമായി എന്ന് തോന്നുമ്പോൾ പിന്നെ പറയുന്നതിനൊക്കെ എന്നാ ഈ വായിക്കാവാ എന്നൊക്കെ പറയല്ലേ. എല്ലാത്തിനും തിരിച്ചു പറയും. കാരണം ഇന്നലകളിൽ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ ചെറിയൊരു ഒരു പ്രശ്നം സംഭവിച്ചു. കർത്താവിൻ്റെ ശിക്ഷണത്തിലല്ല, നമ്മുടെ വൈകാരികതയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരുന്നത്. അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് വൈകാരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ അത് തീർക്കാനുള്ളതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് അവരുടെ വൈകാരികതകളുണ്ട്. നമ്മുടെ വൈകാരികത തീർക്കുമ്പോൾ അവരുടെ വൈകാരികത വ്രണപ്പെടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ചിലതൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകളിങ്ങനെ ആ വൈകാരികതയിൽ അങ്ങോട്ട് കയറി പോവാണെന്ന് വിചാരിക്കുക. അതിപ്പോൾ അവസാനിക്കാൻ പോകുന്നില്ല, അവളിപ്പോൾ ശാന്തമാകില്ല എന്ന് കണ്ടാൽ ആ വൈകാരികത കൂടുതൽ വ്രണപ്പെടുത്തുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും എന്തെങ്കിലും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ആ വാക്കുകൾ ഇവിടെ ചങ്കി കിടക്കും. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം
കല്യാണം കഴിഞ്ഞ് അതിന് 2-3 പിള്ളേരായിരുന്ന സമയത്ത് പറയും, അന്ന് ഞാൻ ചെറുപ്പത്തിലെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനൊരു കോഴ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്ത് പോണ കാര്യം പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് എൻ്റെ ജീവിതം ദുരിതപൂർണമായത് നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം പോയെന്ന് പറയും. ഒരു പയ്യൻ, ഞാനിപ്പോഴും ഓർക്കുകയാണ്, അപ്പനും അമ്മയും കൂടി ഇവിടെ മകനെ കൂട്ടിക്കൊണ്ട് വന്ന, അവൻ്റെ ജീവിതം അത്ര കണ്ട് മോശപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല, പക്ഷേ അവൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കുറച്ച് അസ്വസ്ഥതകളൊക്കെ വന്നതിൻ്റെ പേരിൽ അങ്ങനെ കൊണ്ടുവന്ന ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവന് ഈ അപ്പനോടും അമ്മയോടും തീർക്കാൻ പറ്റാത്ത പകയും വെറുപ്പോ, ഭയങ്കര മുറിവുകളാണ്. പറയുന്നെല്ലാം പറഞ്ഞു, ഈ തന്തയും നല്ല കാരണമാണ് എനിക്ക് ഈ ഗതി വന്ന്, ഈ തന്തയും നല്ല കാരണം. ഞാൻ ചോദിച്ചു, നീ എന്നെ പറയുന്നേ? ഇവരെല്ലാം നിന്നെ വളർത്തിയതും ഈ രോഗത്തിൻ്റെ നടുവിലൊക്കെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചതൊക്കെ, പിന്നെ നീ എന്നെ ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ പറഞ്ഞാൽ പറയാം. അപ്പോൾ അപ്പൻ വിദേശത്തൊക്കെ കുറച്ച് പണിയെടുത്താണ്, കുറച്ച് കാശൊക്കെ ഉണ്ടായ സമയത്ത് ഇവൻ്റെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. വിദേശത്ത് പോയി പഠിക്കാൻ നല്ല കഴിവുള്ള പയ്യനാണ്. 10ാം ക്ലാസ്സിലൊക്കെ എല്ലാത്തിനും A+ ഒക്കെ മേടിച്ച് പാസ്സായി. +2 കഴിഞ്ഞപ്പോൾ ആ A+ ഒക്കെ നേരെ താഴേക്ക് പോയി. ഒന്നിനും Aയും ഇല്ല +ഉം ഇല്ല, നന്നായിട്ട് ഉഴപ്പി. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരോ വിദേശത്ത് പോകണം, ഇവന് വിദേശത്ത് പോകണം. പുള്ളി കുറേ നാൾ വിദേശത്തൊക്കെ പണിയെടുത്ത് കൂട്ടി വെച്ചിട്ട് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു വീട് പണിയണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവൻ പറഞ്ഞ്, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന്. അപ്പം പറഞ്ഞു, ഇപ്പം എൻ്റെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ, ഞാൻ കുറച്ച് കാശ് എൻ്റെ ഉണ്ട്. അപ്പോൾ ഇവന് അറിയാം അപ്പനയിൽ കാശുണ്ടെന്ന്. അപ്പം പറഞ്ഞു, ഞാൻ ഏതായാലും ഒരു വീട് പണിയാൻ തീരുമാനമെടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ വരച്ചേക്കുവാണ്, ഞാൻ വീട് പണിയാൻ പോവാണ്. 10ാം ക്ലാസ്സിന് ഫുൾ A+ മേടിച്ച നീയാ, +2 നിനക്ക് എത്ര % ഉണ്ട്? ഈ ഇത്ര ഉഴപ്പി നിൽക്കുന്ന നിന്നെ 10, 20, 25 ലക്ഷം രൂപ മുടക്കി ഞാൻ വിദേശത്ത് വിട്ടിട്ട് അവിടെ ചെന്ന് നീ ഉഴപ്പിയാൽ പിന്നെ വഴി കിടക്കേണ്ടി വരും. നീ മാത്രമല്ല, കുടുംബം മുഴുവൻ വഴി കിടക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ ഡിഗ്രി എന്തെങ്കിലും പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വീടൊക്കെ വെച്ച് വേണമെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിൽ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവനെ വിദേശത്ത് വിട്ടില്ല. അപ്പനൊരു വീടൊക്കെ പണിത് എന്നൊക്കെ പറഞ്ഞു. ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട്, ഈ ഇരിക്കുന്ന തന്ത അന്ന് എനിക്ക് ഒരു മകനല്ലേ ഞാൻ, ഇങ്ങനെയാണ് പറയുന്നത്. അത് ദേഷ്യം വന്നിട്ട് അവൻ പറയുന്ന വാക്കുന്നത്, ഈ ഇരിക്കുന്ന തന്തയുണ്ടല്ലോ, ഞാൻ മകനല്ലേ, മകനേക്കാളും അപ്പന് പ്രാധാന്യം വീടായിരുന്നു വെച്ചാ. പിന്നെ വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്ന് പഠിക്കാൻ രക്ഷപ്പെടാനൊരു വഴി ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞാന്നറിയോ, നീ ഇപ്പം അങ്ങനെ പഠിക്കാനൊന്നും പോകണ്ട, നീ ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതി. അപ്പം പറഞ്ഞതിൽ ന്യായമില്ലാതില്ല, അപ്പം പറഞ്ഞതെല്ലാം ന്യായമാണ്. അവനെ ചിലപ്പോൾ ആ സമയത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അവൻ അവിടെ പോയിട്ട് അതിനേക്കാളും വലിയ അലമ്പായനെ, വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് ചിലപ്പോൾ ഈ ഒരു വഴി കിടക്കണം വന്നേനെ. പക്ഷേ ഈ മുറിവെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും പ്രായമായ മാതാപിതാക്കൾ ഇവൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പേരിൽ ഈ പേരൻസിന് ഇവനിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വരെ വിഷമം തോന്നും ഇവന് ഈ പറയുന്ന അതാണ് അപ്പൻ രോഗിയാണിപ്പോൾ, അമ്മയ്ക്കും കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒന്നിവൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഉണ്ടായതായിരിക്കും കുറേയൊക്കെ. ഇതിന് മുമ്പിൽ ഈ അവന് ശരിക്കും പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ അവൻ വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ്റെ സംസാരമൊക്കെ. ചില മുറിവുകളൊക്കെ നമ്മൾ വൈകാരികതയിൽ പറയുന്ന ചില വാക്കുകളൊക്കെ അവിടെ ചങ്കി കിടക്കും. അവിടെ നമ്മൾ വൈകാരികതയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ചില സമയങ്ങളിൽ വൈകാരിക പക്വതയോടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്താൻ, എൻ്റെ ഉപദേശത്തിൽ വളർത്താൻ. നമ്മുടെ ഉപദേശമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഉപദേശം കൊടുക്കുന്നത്. നാട്ടുകാർ പറഞ്ഞതും വീട്ടുകാർ പറഞ്ഞതും അയലൊക്കക്കാരൻ്റെ മകൻ്റെ കാര്യം നോക്കി മകളുടെ കാര്യമൊക്കെ നോക്കിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നത്. കണ്ടുപിടിക്കുക അവനെ കാണുന്നത് അവളെ കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഉപദേശത്തിലാണ്. നിങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ നിർത്തുക. നിയമാവർത്തനം കിട്ടിയോ? ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അപ്പോൾ ഒരു ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഇസ്രായേൽ ജനത്തോട്. പിന്നെ പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് പറഞ്ഞിട്ട് അടുത്ത വചനം പറയാം, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, ഈ ഉപദേശങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു,
ഈ കൽപ്പനകൾ ദൈവമാണ് ഒരേ ഒരു കർത്താവ്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. എന്നിട്ട് പറയാണ്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതിനാ പറയുന്ന, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ പോരാ, അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം ഈ കൽപ്പന. എന്ത്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് മക്കളെ പഠിപ്പിക്കണം. ഇത് മാതാപിതാക്കൾ വിശ്വാസമില്ല, നിരീശ്വരവാദ ചിന്തയും ദൈവവിശ്വാസമില്ല ഒക്കെ നടന്നിട്ട് അവസാനം അവരുടെ കല്യാണം, മക്കളുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? എടാ മോനെ, ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവന് ദൈവവിശ്വാസം വേണ്ടേ? ഒന്ന് എളിമപ്പെടണമെങ്കിൽ, ക്ഷമിക്കണമെങ്കിൽ, വിട്ടുകൊടുക്കണമെങ്കിൽ അവന് ഏതെങ്കിലുമൊക്കെ ദൈവിക സ്വഭാവം വേണ്ടേ? ദൈവത്തോട് ഒരു ബന്ധവുമില്ല, അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും നിരീശ്വരത്തിലൊക്കെ കിടക്കുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആത്മീയമായും ദൈവികമായും പരിഹരിക്കണമെങ്കിൽ ആ ആത്മീയ ആലോചന കൊടുക്കാൻ ഈ സിസ്റ്റത്തിൽ വേണ്ടേ? അവിടെ ചിലവരൊക്കെ പാടാം, നമുക്കൊന്ന് പോയി സംസാരിക്കാം, ആരോടെങ്കിലും സംസാരിക്കാം, ഏതെങ്കിലും അച്ഛന്മാരെ ഒന്ന് കാണാം എന്നൊക്കെ ഒരു കുടുംബജീവിതത്തിൽ ദാമ്പത്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതിന് ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം എങ്ങനെ പരിഹരിക്കണമെന്ന്. എന്നിട്ട് എന്താ, എങ്ങനെ പരിഹരിച്ച് പെട്ടെന്ന് പരിഹരിച്ച് ഡൈവേഴ്സ് എടുത്ത് പരിഹരിച്ചു. ഇപ്പോൾ പ്രശ്നമൊക്കെ പരിഹരിച്ച് രണ്ടുപേരും രണ്ട് സ്ഥലത്തായി, കുഞ്ഞ് പെരുവടിയിലുമായി, പ്രശ്നം പരിഹരിച്ച്, പ്രശ്നത്തിന് പരിഹാരമായി. എന്നിട്ട് ഇവിടെ പറയാണ്, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകണം. മാതാപിതാക്കൾക്കുള്ള ഉപദേശമാണ് കേട്ടോ. കർത്താവിൻ്റെ ശിക്ഷണത്തിൽ മക്കളെ വളർത്തണമെങ്കിൽ കർത്താവിൻ്റെ ശിക്ഷണങ്ങൾ, ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാകണം. എന്നിട്ട് പറയാണ്, ജാഗരൂകതയോടെ, അത്രയും ജാഗരൂകതയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. എപ്പോഴൊക്കെയാണെന്നറിയാമോ? വീട്ടിലായിരിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിന്മേലും എഴുതണം. എന്താണ്? ദൈവത്തിനാണ് ആദ്യ സ്ഥാനം നിന്റെ ജീവിതത്തിൽ കൊടുക്കേണ്ടതെന്ന്. അതാണ് ഒരു ശിക്ഷണം കൊടുക്കുമ്പോൾ, ഉപദേശം കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ട ഉപദേശം എന്നാണെന്നറിയാം? മോനെ, ദൈവം കഴിഞ്ഞിട്ട് നിനക്ക് വേറെന്തും ഉള്ളൂ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട ആദ്യത്തെ ഉപദേശം. അതിനാണ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഉപദേശം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഈ കൽപ്പന നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് തലമുറകളിലേക്ക് ഈ കൽപ്പന കൊടുക്കണമെന്നാണ് പറഞ്ഞേ. നിങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത്? മക്കളെ, ദൈവത്തെ മറന്ന് ജീവിക്കരുത് കേട്ടോ. ഒന്നുമില്ലേലും പട്ടിണി കിടക്കേണ്ടി വന്നാലും ദാരിദ്ര്യം കിടക്കേണ്ടി വന്നാലും ദൈവത്തെ മറക്കരുത് എന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ ഉപദേശം. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾ പറയാൻ പോലും പഠിപ്പിക്കുന്ന എന്നാ, ഈശോ 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 എന്നൊക്കെ പറയല്ലേ? അത് പറയണം. ഈശോ എന്നിട്ട് പറഞ്ഞ, അച്ഛാ എൻ്റെ കൊച്ച് ഇപ്പം രാവിലെ എഴുന്നേറ്റ വിളിക്കുന്ന എന്നാന്നറിയാവോ? സിറി 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 എന്നാ കൊച്ചു വിളിക്കുന്നതെന്ന് പറഞ്ഞ്. കാരണം എന്താണെന്നറിയാമോ? ഈ സിറിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സിറി എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളിൽ ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ സിറി പ്ലീസ് സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ആവും. അങ്ങനെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. സിറി പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ എന്ന് പറയുമ്പോൾ ഫാൻ ഓൺ ആവും. സിറി എന്ന് പറയുമ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ പറയുമ്പോൾ സിറി വാതിൽ തുറക്കും. അപ്പോൾ ഇതെല്ലാം വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് അതെല്ലാം സംഭവിക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചേട്ടൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് സിറീനെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ കൊച്ച് ഇതെല്ലാം കേൾക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിപ്പോൾ ആദ്യം എഴുന്നേൽക്കുമ്പോൾ സിറി സിറി എന്നാണ് വിളിക്കുന്നത്. സിറി. അപ്പം കട്ടിലേക്ക് കിടന്നുകൊണ്ടാണ് സിറി ആ ലൈറ്റ് ഓഫ് ആക്ക്, സിറി. അപ്പോഴേക്കും കുഞ്ഞ് വിചാരിച്ച് പുള്ളിയുടെ ദൈവം സിറിയാന്ന് കേട്ടോ. അത് കുഞ്ഞ് അത്രയും പ്രായമൊന്നും ആയിട്ടില്ല കുഞ്ഞിന്, പക്ഷേ തിരിച്ചറിയ കുഞ്ഞാണ്. പക്ഷെ കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിറി 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എന്താണെന്ന് പോലും കുഞ്ഞിന് അറിയത്തില്ല. പക്ഷേ കുഞ്ഞ് വിളിക്കുന്നത് ഇപ്പോൾ തമ്പുരാനല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് സിറീനെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തിന് ആദ്യ സ്ഥാനം നിൻ്റെ ജീവിതത്തിൽ കൊടുക്കുക. എന്നിട്ട് ബാക്കി എന്ത് വേണേലും ചെയ്തു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന പോലെ ലവ് ഗോഡ് ആൻഡ് ഡു വാട്ട് എവർ യു വാണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, എന്ത് വേണേലും ചെയ്തു.
ദൈവത്തെ സ്നേഹിക്കുന്നത് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം അല്ല. ആ സ്നേഹത്തിൻ്റെ പ്രവർത്തികളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാതാപിതാക്കളോട് പറയുന്ന ഒരു ഉപദേശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. എന്നിട്ട് മക്കളെ, അതായത് തലമുറകളെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഒക്കെ നമ്മൾ സ്ഥാനം കൊടുക്കണം, ഒന്നാം സ്ഥാനം കൊടുക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ പണ്ടൊരിക്കൽ ഈ വിഷയം എന്തോ ഇതുമായി കണക്റ്റഡ് ഒരു വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ആദ്യം പ്ലാനിൽ വരേണ്ടത് പ്രാർത്ഥിക്കേണ്ട മുറി എവിടെയാണ്, എന്നിട്ടേ ബാക്കി പണിയാവും. ഞാൻ ഈ കഴിഞ്ഞ 4-5 വർഷം മുമ്പ് അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പല വീടുകളിൽ ചെന്നപ്പോൾ അതിനുള്ളിൽ പണിയപ്പെട്ട വീടുകൾ അച്ഛൻ പറഞ്ഞതുപോലെ ദാണ്ടെ ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി. ഇതൊന്നും കേൾക്കാത്ത ഒരാളുടെ വീട്ടിൽ ചെന്നു, 1.5 കോടിയാണ് അതിൻ്റെ പണി. ഞാൻ ചോദിച്ചു, ഇതിനകത്ത് പ്രാർത്ഥനാ മുറി എവിടെ? അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനാ മുറിയൊന്നുമില്ല. ഫോട്ടോ, ഈശോയുടെ ഫോട്ടോ എവിടെ? അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ പോലെ വെച്ചാ. മുകളിൽ ബാറിനുള്ള സെറ്റപ്പ് വരെ ചെയ്തിട്ടുണ്ട്. ബാറിന് അടിക്കാൻ വെള്ളം അടിക്കേണ്ട ടീം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് വരെ ചെയ്തിട്ടുണ്ട് മുകളിൽ. അവരോട് പറഞ്ഞ് ഒന്നില്ലെങ്കിൽ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ അവർ പറഞ്ഞത്, എഞ്ചിനീയർ പറഞ്ഞത്, ഇപ്പോൾ സ്റ്റെയർ കേസ് പോകുന്നുണ്ടല്ലോ, സ്റ്റെയർ കേസിൻ്റെ അവിടെ ആ ഒരു ഗ്യാപ്പിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഇടയുണ്ടല്ലോ, നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിടുന്ന സ്ഥലമുണ്ടല്ലോ. സാധാരണ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണല്ലോ ഇതൊക്കെ തട്ടിയിടുന്നത്. എന്നിട്ടൊരു ഡ്രോയിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിനിട്ടിടാൻ, എന്നിട്ട് എളുപ്പമാണ്. അപ്പോൾ നീറ്റായിട്ട് കിടന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് അവിടെ അങ്ങോട്ട് വയ്ക്കാം. ഞാൻ പിന്നെ നമുക്ക് ഈ പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നു നിൽക്കുന്നത്. തല്ലിപ്പൊളിക്കാൻ പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പ്രാർത്ഥനാ മുറി അപ്പുറത്തുപ്പുറത്തൊക്കെ വെറുതെ മുറി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ്, നിങ്ങളിവിടെ ഈ നടുമുറ്റത്തിരുന്ന് എല്ലാവരും കയറി ഇറങ്ങുമോ പിടിക്കുകയോ തുടിക്കുകയോ ചെയ്യുന്നത്, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ഭവനത്തിൽ നാളെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വരുമ്പോൾ എനിക്ക് ശാന്തമായിട്ടൊരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവസാന്നിധ്യത്തിൽ എനിക്ക് ശാന്തമായിട്ടിരിക്കണം. എവിടെ ഇരിക്കും? നമ്മൾ അങ്ങനെ കൂടി ചിന്തിക്കണ്ടേ? നാളെ എനിക്കൊരു 10 മിനിറ്റ് എനിക്ക് ഒന്ന് ശാന്തമായിട്ട് എൻ്റെ തമ്പുരാൻ്റെ കൂടെ ഒന്നിരിക്കണം. അതിന് നമുക്കൊരു പ്രാർത്ഥനാ മുറി, അടച്ചുറപ്പുള്ള ഒരു മുറി. അപ്പോൾ അതിനകത്ത് കയറി അതൊക്കെ AC ആക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. കിടക്കുന്ന മുറി മാത്രം AC ആക്കാതെ അതൊക്കെ AC ആക്കിക്കോ. അവിടെ ഇരുന്ന് വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും വേദനകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരിടം നമ്മുടെ ഭവനത്തിൽ വേണം. നമ്മുടെ ഭവനങ്ങൾ നിത്യാരാധന ആയി മാറണം. ഹല്ലേലൂയ. അതിനൊരു സംവിധാനമാണ്. ഇത് എല്ലാ മുറിയിലും TV-യും അതും ഇതെല്ലാം വെച്ചിട്ട് അവിടെ ഡിസ്കോ ഡാൻസ്, ഇവിടെ ക്യാബറ ഡാൻസ്, അതിനപ്പുറത്തത് എങ്ങോട്ട് ചെന്നാലും ഈ ബഹളമാണ് അല്ലേ. എന്നിട്ട് ഇതിൻ്റെ നടുക്കിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നത്, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമില്ല. ഈ അന്തരീക്ഷം ആരാ ഉണ്ടാക്കുന്നത്? കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു 2 കിലോ അന്തരീക്ഷം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്ന അന്തരീക്ഷം അവിടെ ആ കടയിൽ കിട്ടും. 2 കിലോയ്ക്ക് ഇത്ര രൂപ, ഓക്കെ, അത് മേടിച്ചുകൊണ്ടെന്ന് വയ്ക്കായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം ഭവനത്തിൽ നമ്മളല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനൊരു ധ്യാനകേന്ദ്രം, ഇതിനൊരു ആലയം, നമുക്ക് ദൂര സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാം. എത്രയോ ആയിരങ്ങൾ ഓരോ ദിവസം വരുന്നത്. ആ നിത്യാരാധന ചാപ്പലൊക്കെ എത്രയോ പേരാ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ഭവനം പണിയുമ്പോൾ, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കാൻ മക്കളെ പ്രേരിപ്പിക്കരുത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കാര്യം മക്കളോട് പറയണം. ഒരു വീടൊക്കെ പണിയാം, മക്കളൊരു വീട് പണിയാൻ പോവാം. അപ്പോൾ വെറുതെ ചുമ്മാ ചോദിക്കണം, എടാ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന മുറിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പറയുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അവർ ചിലപ്പോൾ സ്വീകരിക്കണമെന്നില്ല, പക്ഷെ പറഞ്ഞു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആർക്കുണ്ടാവും? നിങ്ങൾക്കുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞതാണ്, അവർ കേട്ടില്ല, ദാറ്റ്സ് ഓക്കെ. അവരുടെ വീട് അങ്ങനെ ഉണ്ടാക്കണമെന്ന് ആരുടെ തീരുമാനമോ? അവരുടെ തീരുമാനമല്ലേ? പക്ഷെ നമുക്ക് ആത്മീയ ആലോചനകൾ കൊടുക്കാം. ഞാൻ അപ്പനാണ്, അമ്മയാണ്, ഉപദേശങ്ങൾ കൊടുക്കാം. അവർ സ്വീകരിക്കണോ വേണ്ടെന്നുള്ള അവരുടെ തീരുമാനം. അപ്പോൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യം, അയ്യോ പറഞ്ഞിട്ട് അവർ സ്വീകരിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടേക്കുക. അവർ വേണമെങ്കിൽ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ. മക്കൾ പഠിക്കാൻ പോയി, ജോലിക്ക് പോയി, പഠിക്കാൻ പോയി, ഓക്കെ. പഠിക്കാൻ പോകുന്ന പിള്ളേർ പറയണം, പറ്റാവുന്ന ദിവസങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പള്ളിയിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടോ? വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. മക്കളെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, എടി ട്യൂഷന് പോയോ? ഓ, എൻട്രൻസ് കോച്ചിങ്ങിന് പോയോടി ഇന്ന് മോൻ? പോയി. പള്ളിയിൽ പോയെന്ന് ചോദിക്കാല്ലേ? ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ചിലൊക്കെ.
അപ്പം അതൊക്കെ നമ്മൾ വളരെ നിർബന്ധമായിട്ടൊക്കെ നമ്മൾ അന്വേഷിക്കുകയും ചോദിക്കുകയും എൻക്വയറി ഒക്കെ ചെയ്യും എന്ന് പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ വിഷയത്തെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവുമായി ബന്ധപ്പെട്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് സമയം കൊടുക്കണം. പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം, പേഴ്സണൽ ഇതുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. പിള്ളേർ ജോലിയായി സെറ്റിലായി പറയണം, നിങ്ങൾക്ക് ദശാംശം നിങ്ങൾ കിട്ടുന്നതിൽ നിന്ന് കർത്താവിന് കൊടുക്കണം, ദൈവരാജ്യ സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊടുക്കണം. പറയേ അവർ ചെയ്യോ ഇല്ലെന്നുള്ള അവരുടെ ഇഷ്ടം, പക്ഷെ നിങ്ങൾ പറയണം. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ 3-4 ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ട്. അവരോട് പറയണം, കൃത്യമായിട്ട് പറയണം, നിങ്ങൾക്ക് കിട്ടുന്നതിൽ ദശാംശം കർത്താവിന് കൊടുത്തിട്ട് അത്രേ നിങ്ങൾക്ക് ശമ്പളം ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി, പ്രശ്നം തീരും. ഇതെല്ലാം നിങ്ങൾ കൂട്ടി വെച്ച് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വീട് മേടിച്ചു, 1 വീട് മേടിച്ചു, 2 വീട് മേടിച്ചു, സ്ഥലം മേടിച്ചു, ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഈ പിള്ളേർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ അതിനകത്ത് കുഴിവെട്ടി മൂടിക്കോളാൻ പറയും. നിങ്ങൾ പറയും. ഞാൻ ഈ ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്നല്ലേ കഴിഞ്ഞ നോമ്പ് കാലം മുഴുവനും 50 ദിവസക്കാലം അവിടെ ഓസ്ട്രേലിയയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കറങ്ങിയതാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ പഠനത്തിനൊക്കെ പോയി പിന്നെ അവിടെ കിടന്ന് സെറ്റിലായി കഷ്ടപ്പെട്ടൊരു വീട് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അധ്വാനിച്ച് രാവും പകലും അധ്വാനിച്ച് അവിടെയൊക്കെ ശനിയാഴ്ച ഞായറാഴ്ച പണിയെടുത്ത് ഇരട്ടി കാശ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഞായറാഴ്ച കുർബാനയ്ക്കും പോലും പോകുകയില്ല, ശനിയാഴ്ച പള്ളിയിൽ പോകുകയില്ല, ഇവർ പണിക്ക് പോകും. ഡബിൾ പേയ്മെൻറ്റാണ്. സാധാരണ ദിവസം 1000 രൂപ കിട്ടുമെങ്കിൽ ശനിയാഴ്ച 2000 രൂപ കിട്ടും, ഞായറാഴ്ച ആകുമ്പോൾ 2.5 കിട്ടും, അപ്പോൾ 2500 രൂപ കിട്ടും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം പണിക്ക് പോയാൽ മതിയല്ലോ, വെള്ളി ശനി ഞായർ. ഓക്കെ, 2 ആഴ്ചത്തേക്കുള്ള ശമ്പളം ആവില്ലേ? അതാണ് ഇപ്പോൾ മക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോർമേഷൻ. എന്നിട്ട് ഇതുങ്ങളൊക്കെ വലുതായി ആയി കഴിയുമ്പോഴേക്കും +2 കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവന്മാർ ആരും പള്ളിയിൽ കയറുകയില്ല, ഒറ്റെണ്ണം പള്ളിയിൽ കയറുകയില്ല. കാരണം എന്താ? അപ്പനമ്മയ്ക്കും വിശുദ്ധ കുർബാനയൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ്, ദേവാലയ ജീവിതം ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. അവർ ആ സമയത്ത് ജോലിക്ക് പോയവർ. അതുകൊണ്ട് ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകില്ല. അത്രേ ഉള്ളൂ. സിമ്പിൾ സൈക്കോളജിക്കൽ സ്വീക്കൻസ് ആണത്. അത് നമ്മുടെ സൈക്കോളജി നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് സിമ്പിൾ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ, ആ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ നിങ്ങൾ ഇതിൽ നിന്നും ദൈവത്തിനുള്ളത് കൊടുക്കണം. ഈശോ പോലെ പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസറിനുള്ളത് കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എവിടെയെങ്കിലും ദൈവരാജ്യ ശുശ്രൂഷകൾ കൊടുക്ക്. വചനം പ്രചരിപ്പിക്കാനും സുവിശേഷ വേല ചെയ്യുന്നിടത്തും അല്ലെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നിടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് കൊടുക്ക്. ഇതെങ്ങനെയെന്നറിയാം? 1 രൂപ 1 പൈസ കൊടുക്കാതെ, അയ്യോ ഇപ്പം എന്തിനാ കൊടുക്കുന്നതെന്ന് ചിലപ്പോൾ ചില മാതാപിതാക്കൾ ചോദിക്കും. മക്കൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ചില മാതാപിതാക്കൾ സമ്മതിക്കില്ല. അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത് ചോദിക്കുന്നത്, അത്രയും കൊടുക്കണോ? അത്രയും ബ്യൂട്ടി പാർലറിൽ ഒറ്റ പ്രാവശ്യം കയറി ഇറങ്ങി ഈ സാധനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ 10,000-4,000 രൂപയാണ്. അത് കുഴപ്പമില്ല. 100 രൂപ സ്തോത്ര കാഴ്ചിരുന്ന സമയം വരുമ്പോണ്ടല്ലോ, അയ്യോ അത്രയും കൊടുക്കണമെന്ന് ചോദിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ ഉപദേശത്തിൽ വളർത്താനാണ്. അതായത് നമ്മുടെ ഇഷ്ടാനുസരണവും നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആലോചനകൾക്കനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തി കഴിയുമ്പോൾ അത് അപകടകരമായ ഒരാത്മീയ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ തള്ളിയിടുകയും അതിലൂടെ തിരിച്ച് വചനം പറയുന്ന പോലെ നീ നൽകിയത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടും, നീ കൊടുത്തത് തന്നെ നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. നേരെ വിപരീത ഇഫക്റ്റായിട്ട് കുഞ്ഞുങ്ങളോട് പറയണം. നിങ്ങൾക്ക് അവരുടെ സാമ്പത്തിക വിഷയങ്ങളാണെങ്കിൽ പോലും അവരുടെ അടുത്ത് ഈശോകളോ കൊടുക്കാൻ പറയണം. അതിൻ്റെ പേരിലൊന്നും നമ്മുടെ ഒരു കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടി വരില്ല. നമ്മുടെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടാതെ പോകില്ല. ഹല്ലേലൂയ. എനിക്കറിയാം, ഞങ്ങളുടെ ഈ ആലയത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, നമുക്കിവിടെ ഇപ്പോൾ ഇന്നലെ സക്കറിയാസിച്ച പറഞ്ഞാണ്, കറണ്ട് കാശ് 1,25,000. കഴിഞ്ഞ മാസം ഡീസൽ മേടിച്ചത് 1,30,000. 2.5 ലക്ഷം രൂപയാണ് കറണ്ട് കാശ് മാത്രം. നമ്മുടെ ഈ ആലയത്തിൽ എല്ലാ ശുശ്രൂഷകളും ദൈവം മനോഹരമായിട്ട് നടത്തുന്നുണ്ട്. അതിന് കാരണം ഇങ്ങനെ നല്ല ജ്ഞാനമുള്ള മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന, അവരായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഇന്നലകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പല യുവജനങ്ങളുണ്ട്. അവരൊക്കെ മുടങ്ങാതെ കൃത്യമായിട്ട് 10,000 രൂപ കിട്ടുന്നതിൽ 1000 രൂപയൊക്കെ തരുന്ന കുഞ്ഞുങ്ങളുണ്ട്. വലിയ ശമ്പളമൊന്നുമില്ല. നാട്ടിലൊക്കെ പണിയെടുത്ത് എത്ര രൂപ കിട്ടും നമുക്കറിയാം.
അതൊക്കെ വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്നുകൊണ്ട് തരും. അച്ഛാ ഈ മാസത്തെ എൻ്റെ ദശാംശമാണ് കേട്ടോ എന്ന് പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ തരുന്നതിൻ്റെ അല്ല, ഇപ്പോൾ ഇവർ തന്നില്ലെങ്കിൽ ആരെങ്കിലും വഴി ഈ ആലയത്തിൻ്റെ കാര്യങ്ങൾ നടക്കും. അതിനകത്ത് ഒരു സംശയമില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആര് തരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, തന്നില്ല ഈ ആലയത്തെ ദൈവം നടത്തും. പക്ഷെ ആ കുഞ്ഞിന് കിട്ടുന്നൊരു ബോധ്യം എന്താ, എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം, എനിക്ക് കിട്ടുന്നതിൽ നിന്നും ദൈവത്തിന് കൊടുക്കുന്നത്, എനിക്ക് ദൈവം തന്നതാണ്, അതിൽ ദൈവത്തിന് ആ ഒരു ആലോചന നമ്മൾ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങളിലേക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ ശിക്ഷണത്തിലും കർത്താവിൻ്റെ ഉപദേശത്തിലും മക്കളെ വളർത്തണമെന്നും അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണമെന്നും എന്നിട്ട് തലമുറകൾക്ക് കൊടുക്കണമെന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 22:6 വചനം കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയാവോ? ശൈശവത്തിൽ തന്നെ വായിച്ചോ, നിങ്ങൾ തന്നെ എടുത്ത് വായിക്കേ, ഞങ്ങൾക്ക് ഏതായാലും പിള്ളേരില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മീയ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയോ? ശൈശവത്തിൽ തന്നെ നടത്തേണ്ട വഴി പരിശീലിപ്പിക്കുക. ശൈശവത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. ദേവാലയത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോ. എന്ത് അലമ്പ് കാണിച്ചോട്ടെ കുഞ്ഞുങ്ങൾ. ഒത്തിരി സന്തോഷം. അവിടെ ഒരു കൊച്ചിനെ കൊണ്ട് നിർത്തിയേക്കുന്നത്, ചെറിയ കുഞ്ഞുങ്ങളാണ്. എന്ത് അടക്കം ചുറ്റും ആ കൊച്ചി എന്തും മനോഹരമായിട്ടിരിക്കുന്നതെന്ന് നോക്കി, ഒരു കുഴപ്പമില്ല. ഇത് അവിടെ വേറെ കുഞ്ഞിരിപ്പുണ്ട്. ദേവാലയത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരട്ടെ. അവിടെ ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊണ്ടുവരും. നടക്കേണ്ട വഴി, ദേവാലയത്തിലേക്കുള്ള വഴിയും കൂടിയും നമ്മൾ നടത്തി പഠിപ്പിച്ചു കൊടുക്കണ്ടേ. പള്ളിയിൽ പോകാനുള്ള വഴി മാത്രം കുഞ്ഞിന് അറിയത്തില്ല. ബാറിൽ പോകാൻ പഠിച്ച് കാരണം അപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഹോട്ടലിൽ പോകാൻ പഠിച്ച്, സിനിമാ തിയേറ്ററിൽ പോകാൻ പഠിച്ച്, എല്ലാ വഴികളും അപ്പനും അമ്മയും കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തല്ലുകൂടേണ്ട വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ബഹളം വെക്കേണ്ട വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ക്ഷമിക്കാതിരിക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം പാപം ചെയ്യാനുള്ള വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് യേശുവിലേക്കുള്ള വഴി കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പറയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്നും പിന്തിരിയുകയില്ല. ഹല്ലേലൂയ. സർവ്വത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശൈശവത്തിൽ തന്നെ. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ സൂസന്നയെക്കുറിച്ച് പറയുമ്പോൾ മനോഹരമായൊരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ആ വചനഭാഗം വായിക്കുമ്പോൾ ഞാൻ സൂസന്നയുടെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. അതിൻ്റെ 1 മുതൽ വചനം ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോ. യോവാക്യം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഇൽക്കയുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. എന്ന് പറയാണ്, അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. ഈ സൂസന്നയുടെ അപ്പനും അമ്മയും നീതിനിഷ്ഠരായിരുന്നു. നീതി വിട്ട് ന്യായം വിട്ട് ഒരു പരിപാടിക്കും പോയിട്ടില്ല. എന്നിട്ട് പറയാണ്, മോശയുടെ നിയമമനുസരിച്ച് കർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് പറയാണ്, അവർ തങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ചുള്ള മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ അനുസരിച്ചുള്ളതെല്ലാം ഈ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടെന്താണ്, സൂസന്ന പാപം ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ, സൂസന്ന തെറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ സൂസന്ന പറഞ്ഞ എന്നാണെന്നറിയാവോ? ഞാൻ തെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് നിങ്ങളുടെ ശത്രുവിൻ്റെ കരങ്ങളിൽ അതിൻ്റെ പേരിൽ അകപ്പെടേണ്ടി വന്നാലും എനിക്കെൻ്റെ ജീവനേക്കാളും വലുത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ ഉപദേശമാണ്, വിശുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂസന്ന നിന്നു കൊടുക്കുക. അങ്ങോട്ട് കൊന്നോട്ടെ, എന്നെ കൊന്നോട്ടെ എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവൾ പാപം ചെയ്തില്ല. അവരുടെ ആ ശ്രേഷ്ഠന്മാരുടെ പാപം ചെയ്തില്ല. അതിന് കാരണം എന്താ പറയുക, ഈ ശൈശവത്തിൽ തന്നെ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മോശയുടെ കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അല്ലേ, 10 കൽപ്പനകൾ, മോശയിലൂടെ നൽകപ്പെട്ട 10 കൽപ്പനകൾ. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കള്ളം പറയരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മരിയാകുര്യത്തി 13 വയസ്സ് പ്രായത്തിൽ മരിയാകുര്യത്തി വിശുദ്ധയായിട്ട് മാറിയതിന് കാരണം അപ്പനില്ലാതെ
ഒരമ്മ ഈ കുഞ്ഞുങ്ങളെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും നടുവിൽ പ്രഭു കുടുംബത്തിൽ എല്ലുമുറിയ പണിയെടുത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ആ സാഹചര്യത്തിൽ നിന്നും പാപം ചെയ്താൽ അവിടുത്തെ പ്രഭുകുമാരിയെപ്പോലെ ഈ മരിയാകുര്യത്തേക്ക് ജീവിക്കാൻ സാധ്യതയുണ്ടായിട്ട് പോലും ഈ കുഞ്ഞത് ചെയ്തില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? ചെറുപ്പം മുതലേ അമ്മ ചേർത്ത് പിടിക്കും. എല്ലാ സായാഹ്നങ്ങളിലും അമ്മ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, മക്കളെ ദൈവത്തെ മറന്ന് ജീവിക്കരുത് കേട്ടോ, ദൈവത്തെ മറന്ന് ജീവിക്കരുത് കേട്ടോ, വിശുദ്ധ ജീവിതം നശിപ്പിച്ചിട്ട് ജീവിക്കരുത് കേട്ടോ, മരിക്കേണ്ടി വന്നാലും വിശുദ്ധി കൈവടിയരുതെന്ന് ഈ അമ്മ കുഞ്ഞുങ്ങളെ മടിയിൽ ചേർത്ത് വെച്ചിട്ട് ശൈശവത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് 13 വയസ്സിലും പാപത്തിൻ്റെ സാഹചര്യം വന്നപ്പോൾ അതിനേക്കാളും പാപം ചെയ്യുന്നതിനേക്കാളും മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അലക്സാണ്ടറിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം വിട്ടുകൊടുക്കാതെ അവൾ മരണത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കും. ഇപ്പോൾ കർത്താവ് പറഞ്ഞ് ആദ്യത്തെ മാതാപിതാക്കളെ വളർത്തുന്നതിൻ്റെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും മക്കളെ വളർത്തുക. ദൈവം ഉണ്ടെന്ന് പറഞ്ഞും ദൈവത്തെ കൊടുത്തും ദൈവസ്നേഹം പങ്കുവച്ചും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വിഷയം, ഇത് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ അതിൽ പിന്നീട് വളർന്നു കഴിഞ്ഞിട്ട് നമ്മളതേ കൊണ്ട് വളമിടാൻ നോക്കിയതും തലയ്ക്കകത്ത് കയറില്ല. ചെറുപ്പത്തിലെ കൂടെ. രണ്ടാമത്തേത്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ. സമ്പത്തിനല്ല, കാശുണ്ടാക്കുക. താണ്ടറിയോ അവൻ ഉണ്ടോ, അത് വേണം, വേണ്ടെന്നല്ല, അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ സമ്പത്ത് വേണം. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ബന്ധങ്ങൾ, കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതിന് നമ്മൾ ശരിക്കും വില കൊടുക്കണം, പ്രാധാന്യം. എന്ത് വില കൊടുത്തും ആ ബന്ധങ്ങളെ നിലനിർത്തണം എന്നാണ് ഉദ്ദേശിച്ചത്. ചെറിയ കാരണത്തിൻ്റെ മീതെ, ചെറിയ പ്രശ്നങ്ങളുടെ മീതെ ചില തിക്താനുഭവങ്ങളുണ്ടായി, മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടായി, സഹോദരനിൽ നിന്നും കൂടപ്പറപ്പുകളിൽ നിന്നും ഉണ്ടായി, ഭാഗുടമ്പടിയുടെ സമയത്ത് പ്രശ്നമുണ്ടായി, വീതം വെച്ച സമയത്ത് അസ്വസ്ഥതകളുണ്ടായി. അതിൻ്റെ പേരിൽ ബന്ധം മുറിയാൻ അനുവദിക്കരുത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാശ് പോയെങ്കിൽ പോട്ടെ, പറമ്പിൻ്റെ ഒരു അംശം പോയെങ്കിൽ പോട്ടെ, വീട് സ്ഥലവും നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ, അപ്പോൾ ബന്ധം നഷ്ടപ്പെടരുത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടിയാലുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്കൊരു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവരൊരിക്കലും ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം അതിനേക്കാളും വലിയ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും മുറിവേറ്റിട്ടും തകർക്കപ്പെട്ടിട്ടൊക്കെ എൻ്റെ അപ്പനും അമ്മയും ഇന്ന് വരെ എൻ്റെ സഹോദരങ്ങൾക്കെതിരെ ഒന്നും ചെയ്തില്ല, മാതാപിതാക്കൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും സ്നേഹത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ സഹിച്ചും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. മനോഹരമായ ഒരു 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 വ്യക്തിത്വം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഒത്തിരിയേറെ അസ്വസ്ഥതകളുടെ നടുവിലും ഒരു ബന്ധം വിച്ഛേദിക്കാതെ, അമ്മായിയമ്മ മരുമകൾ ബന്ധം എവിടെ കിടക്കുന്നേ പറ? ഊത്തോ, റൂത്ത് എടുത്ത നിങ്ങൾ റൂത്തിൻ്റെ പുസ്തകം എടുത്തേ. ന്യായാധിപന്മാർ കഴിഞ്ഞ് ഉടനെ വരുന്നതാണ് റൂത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിൽ ഇങ്ങനെയുള്ളതിനൊക്കെ കാണണമെങ്കിൽ തപസ്സിരിക്കണമായിരിക്കും. അമ്മായിയമ്മ മരുമകൾ ബന്ധമാട്ടോ ഇവിടെ റൂത്തിൻ്റെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇത് പറയുകയാണ്, സംഭവിച്ചതാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. എലിമലക്കും നവോമിയും അവർ രണ്ടുപേരും കൂടി അവിടെ ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക്, മൊവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് കുടിയേറി പാർത്തു. 2 മക്കളുണ്ടായി, 2 ആൺമക്കൾ. ആൺമക്കളുടെ പേര് ഞാൻ വായിക്കാം, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ അത് ഓർത്തിരിക്കണമെന്ന് ഇപ്പോൾ നിർബന്ധമില്ല. മഹ്ലോനും കിലിയോനും. എന്നാ അതൊക്കെ തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ 2 പേരെയും കല്യാണം കഴിപ്പിച്ചു. ആ ദേശത്ത് നിന്ന് 2 പേരെ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു വിജാതീയ ദേശത്താണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയി താമസമാക്കി. ഇവിടെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ, സ്വന്തം ദേശത്ത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയപ്പോൾ ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പോൾ മറ്റൊരു ദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് ജോലിയൊക്കെ എടുത്ത് പണിയൊക്കെ എടുത്ത് അധ്വാനിക്കാൻ തുടങ്ങി. ഭർത്താവും 2 ആൺമക്കളുമാണ്. അതിനിടയിൽ അവർക്ക് അവിടെ വെച്ച് തന്നെ 2 ഭാര്യമാരെ തിരഞ്ഞെടുത്ത് നൽകി. 2 പേരുടെ പേരാണ് ഓർഫ, റൂത്ത്.
ആരൊക്കെ? എന്തോ? ഓർഫ, റൂത്ത്. അപ്പം 2 മരുമക്കളാണ്. അപ്പം ഇങ്ങനെ നല്ല സന്തോഷമായിട്ടൊക്കെ പോവാണ്. അപ്പനും 2 ആൺമക്കളും അമ്മയും അവരുടെ മരുമക്കളൊക്കെ ആയിട്ട് കുടുംബം നല്ല സന്തോഷത്തിൽ പോവുക. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പൻ മരിച്ചു. അപ്പൻ പെട്ടെന്ന് മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ താണ്ടെ മൂത്ത മകനും മരിച്ചു, 2ാമത്തെ മോനും മരിച്ചു. അപ്പം തന്നെ അയൽവക്കക്കാർ പറയാൻ തുടങ്ങി, ആ വീട്ടിലൊരാണും വാഴുകയില്ല. അപ്പോഴേ നാട്ടുകാർ പറഞ്ഞു, എന്തോ ശാപം കിട്ടിയ കുടുംബമാണെന്ന് തോന്നുന്നു. കാരണം എന്താ, ഒരു മരണം കഴിഞ്ഞ് താണ്ടെ അടുത്ത മരണം കഴിഞ്ഞാൽ അടുത്ത മരണം തന്നെ ആ കുടുംബത്തിൽ. എന്തോ ഒരു ശാപം കിട്ടിയ കുടുംബം. ഇനി ആ 2 മരുമക്കൾ അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഈ അമ്മായിയമ്മ ഭയങ്കര സ്നേഹമുള്ളതായിരുന്നു. അതുകൊണ്ട് അമ്മായിയമ്മ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത്, ഞാൻ തിരിച്ച് എൻ്റെ ദേശത്തേക്ക് പോവുക. നിങ്ങളിവിടെ വേറെ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് നിങ്ങളുടെ സെറ്റിൽ ആയിക്കോ. എനിക്കിനി നിങ്ങളെ നോക്കാനും പരിപാലിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം എനിക്കില്ല. ഇനി നിങ്ങൾക്കൊരു മകനെ തരാനുള്ള സാധ്യത എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ആരെങ്കിലും കല്യാണം കഴിച്ചോപ്പിക്കും. പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അമ്മായിയമ്മയെ പിരിയാനായിട്ട്. നമുക്കല്ല, നമ്മുടെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് വിഷമമുണ്ടോ ഇല്ലല്ലോ. ഈ ഓർഫ റൂത്തിൻ്റെ കാര്യം പറയുന്നത് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവസാനം ഓർഫ ഇട്ടു, ഓക്കെ, അമ്മായിയമ്മയെ വിട്ടിട്ട് പോയി. റൂത്തിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റൂത്ത് പറയുന്നൊരു കാര്യമുണ്ട്. റൂത്ത് അമ്മായിയമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ, 16ാമത്തെ വചനം, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ അമ്മ എന്നോട് പറയരുത്. ഇവളുടെ ദേശമല്ല, ഈ അമ്മയുടെ മാതൃദേശത്തേക്കാണ് തിരിച്ചു പോകാൻ പോകുന്നത് കേട്ടോ. അവർ ബത്ലഹേംകാരാണ്. അപ്പോൾ ബത്ലഹേമിലേക്ക് ഇവർ തിരിച്ചു പോകാൻ ഇവള് പറയാം, ഞാനിനി യൂദയിലെ ബത്ലഹേമിലേക്ക് ഞാൻ തിരിച്ചു പൊക്കോളാം, കാരണം എൻ്റെ ഭർത്താവും പോയി, എൻ്റെ മക്കളും പോയി, നിങ്ങളിവിടെ താമസിച്ചോ. പറയുമ്പോൾ ഇവള് പറഞ്ഞു, അമ്മയെ ദയവായിട്ട് അമ്മയെ ഉപേക്ഷിക്കാൻ പറയരുത്. അമ്മയെ ഉപേക്ഷിക്കാൻ പറയരുത്. നമ്മുടെ മരുമക്കൾ പറയും, ചേട്ടാ പെട്ടിയൊക്കെ തൂക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, വേറെ വീടെടുത്താണെങ്കിലും നമുക്ക് താമസിക്കാം, ഈ തള്ളയുടെ കൂടെ നമുക്ക് കിടക്കണ്ട, പോകാം. കെട്ടിക്കയറി വന്ന പിറ്റേ ദിവസം മുതൽ പറയുന്നതാണ് സുഹൃദേവായിട്ട്, പോകാം, എങ്ങോട്ടെങ്കിലും പോകാം. അല്ല, വന്ന് കയറിയല്ലേ ഇവിടെയുള്ളൂ, കഴിഞ്ഞിട്ട് കാലം ഉറക്കട്ടെ, അല്ല പോകാം. എല്ലാവരും അല്ല കേട്ടോ. ഞാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി നല്ല മരുമക്കളെ കണ്ടിട്ടുണ്ട്. മക്കളെക്കാളും അധികം ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോഴും ജനറലൈസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ചില കുടുംബത്തിൻ്റെ അവസ്ഥ പറയും. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. എത്രയോ അമ്മമാർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, എൻ്റെ മകളെക്കാളും ഈ മരുമകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മകൾക്ക് പോലും എന്നോട് ഇത്ര സ്നേഹമില്ല, അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഞാൻ വെള്ളം ചോദിക്കുക പോലും വേണ്ട, എനിക്ക് വെള്ളം വേണമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കൊണ്ടു തരുമെന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളില്ലാതെ പോയതാണ് വെച്ചാൽ ഞങ്ങളുടെയും വേദന എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സ്നേഹിക്കുന്ന മക്കളുണ്ട് കേട്ടോ. അവരെയൊക്കെ മക്കളെന്നാണ് വിളിക്കുന്നത്, മരുമക്കളെന്നൊന്നും ഒരു പറയില്ല. വെച്ചാൽ എൻ്റെ മോളാണെന്നാണ് പറയുന്നത്, എൻ്റെ മോള്. അതുകൊണ്ട് വിളിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങൾ മരുമകളെന്നൊന്നും വിളിക്കരുത്, മകളെന്ന് തന്നെ വിളിക്കാവൂ, അല്ലേ? തോബിത്ത് അല്ല മറ്റേ എന്നാ റഘുവേൽ തൻ്റെ മകൾ സാറായിക്ക് കൊടുത്ത ഉപദേശം ഉണ്ടല്ലോ, എന്നായിരുന്നു? മകളെ, ഇനിമേൽ നിനക്ക് ഞങ്ങളെപ്പോലെ തന്നെ നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കരുതുക. അങ്ങനെ നിന്റെ മാതാപിതാക്കളെ, അതായത് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കരുതുക. അങ്ങനെ ആദ്യം തന്നെ കരുതാൻ പറ്റിയാലുണ്ടല്ലോ കുറേ പ്രശ്നം കുടുംബത്തിൽ തീർന്നു. 1. 2, കുറച്ച് കഴിയുമ്പോൾ പറയല, അതെ നിങ്ങളുടെ അപ്പനുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, പിന്നെല്ലാം നിങ്ങളുടെ, നമ്മുടെ അല്ല, പിന്നെല്ലാം നിങ്ങളുടെ. ചില ഇങ്ങനെ ഇതൊക്കെ വരും, പറയും പിള്ളേരുടെയൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണുമ്പോൾ പറഞ്ഞാൽ നിൻ്റെ അല്ലേ എന്ന്. ഈ പുള്ളിക്ക് ഒരു റോളും ഇല്ലേ? നിൻ്റെ അല്ലേ മോൻ, നമ്മുടെ മോനല്ലേ എന്ന് പറയുന്നത്. പിന്നെയുണ്ട് നിൻ്റെ അല്ലേ സാധനം.
അപ്പോൾ ഇവിടെ റൂത്ത് പറഞ്ഞു, അമ്മേ ദയവായിട്ട് എൻ്റെ അടുത്ത് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്തേക്ക് ഞാനും, അമ്മ എവിടെ പോയാലും wherever you go ഹച്ച് ഫോളോസ് എന്ന് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, ഹച്ചിൻ്റെ ഒരു പരസ്യം. എവിടെ പോയാലും നെറ്റ്വർക്കിൻ്റെ പരസ്യം എന്ന് പറയുന്നത് ഇവള് പറയാണ്, ഞാൻ കൂടെ പോരും, അമ്മ എങ്ങോട്ട് പോയാലും ഞാൻ വരും. അമ്മയെ ഉപേക്ഷിക്കാനോ അമ്മ ഇട്ടിട്ട് പോകാനോ പറയരുത്. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. ഞാൻ കടന്നു പോകുന്നതിനേക്കാളും വേദനയിലൂടെ അമ്മ കടന്നു പോകുന്നേ. അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ജീവിത പങ്കാളിയെ, 2 മക്കളെ. എനിക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, റൂത്ത് ചിന്തിച്ചു നോക്കിയേ. അമ്മയ്ക്ക് വന്ന നഷ്ടം, അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ജീവിത പങ്കാളിയെ, 2 മക്കളെയാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയിൽ ഞാൻ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുകയില്ലെന്ന്. ഞാൻ അമ്മയെ ഇട്ടിട്ട് പോവുകയില്ല, അമ്മ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകില്ല എന്ന് പറയാനുള്ള ഒരു ദൈവിക ജ്ഞാനം റൂത്തിനുണ്ടായിരുന്നു. റൂത്ത് പറയാണ്, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. അമ്മ തിരിച്ച് അമ്മയുടെ നാട്ടിലേക്ക് പോവുള്ളൂ. അമ്മയുടെ ബന്ധങ്ങളെ ഞാൻ എൻ്റെ ബന്ധങ്ങളായിട്ട് കണ്ടോളാം. അമ്മയുടെ ദൈവം, അമ്മ ആരാധിക്കുന്ന ദൈവത്തെ ഞാൻ എൻ്റെ ദൈവമായിട്ട് എടുത്തോളാം. കാരണം ഇത് വിജാതീയ ദേശത്താണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ബന്ധത്തിൽ നമ്മൾ ബന്ധങ്ങൾക്ക് അത്ര കണ്ട് വില കൊടുക്കാൻ പറ്റും, അത്ര കണ്ട് വില നമ്മൾ കൊടുക്കും. ഇത് കുഞ്ഞുങ്ങൾ കാണണം. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, സഹോദരൻ എന്തെങ്കിലും ചെയ്തു, അതിപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അടക്കം മതിലൊക്കെ കെട്ടിയിട്ട് ഇനി ഒറ്റണം എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയേക്കരുത്. കുഞ്ഞുങ്ങളെ പോലും സമ്മതിക്കില്ല. അപ്പുറത്തുണ്ട് ഈ ഇത്തിരി പോകുന്ന 2, 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ സ്വന്തം സഹോദരൻ്റെ കുഞ്ഞുങ്ങളൂടെ കളിക്കാൻ പോലും വിടാത്ത രീതിയിൽ മതിൽ കെട്ടിയും ഗേറ്റ് അടച്ചും ഒക്കെ, സ്വന്തം കൂടപ്പുറപ്പിൻ്റെ അടുത്ത് പോലും വിടാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതല്ലേ കാണുന്നത്? എന്താണ്? ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന്. കാശിൻ്റെ പേരിൽ, വീതത്തിൻ്റെ പേരിൽ, പറമ്പിൻ്റെ പേരിലാണ് ഈ ബന്ധം തകർന്നത്. കുഞ്ഞുങ്ങളെ ചോദിക്കും, ഒരു പറമ്പിൻ്റെ വില പോലും ബന്ധത്തിനില്ല, ഒരു തുണ്ട് ഭൂമിയുടെ വില പോലും ബന്ധത്തിനില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാകും? അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും ദൈവത്തോടുള്ള ബന്ധം പോലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ ദൈവത്തോട് ബന്ധമുണ്ട്, ഇല്ലെങ്കിൽ ദൈവത്തോട് ബന്ധമില്ല. കാരണം എന്താ? നമ്മൾ ഇന്നലകളിൽ നമ്മളോട് ചേർന്ന് നിന്ന പല ബന്ധങ്ങളും നമുക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെട്ടു പോയതിൻ്റെ, കിട്ടാതെ പോയതിൻ്റെ പേരിൽ തകർത്ത് കളഞ്ഞത് ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോട് ബന്ധം ഉണ്ടാവണമെന്നില്ല. കാരണം കുഞ്ഞുങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് ഇത് ചോദിച്ചു, എനിക്ക് ദൈവം തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല. ഇപ്പോൾ പിള്ളേർ പറയുന്ന അവസ്ഥ സ്റ്റൈലതാ. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഞാൻ കുറേ ദൈവത്തെ വിളിച്ചതാ, ഞാൻ കുറേ കൺവെൻഷൻ കൂടിയതാ, ഞാൻ കുറേ ധ്യാനം കൂടിയതാ, എന്നിട്ട് എൻ്റെ കാര്യമൊന്നും നടന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കാനും പോകുന്നില്ല, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യമായിട്ട് പറയുകയും വേണ്ട. പറയാറില്ലേ? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടുള്ള, നമ്മുടെ സഹോദരങ്ങളോടുള്ള ദൈവം തന്ന ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. ഇതൊരു പേരൻറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനകത്ത് വീഴ്ചയുണ്ടായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോടും കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടും അവരുടെ കൂടപ്പിറപ്പുകളോടുള്ള ബന്ധങ്ങൾ അത് പോയാലും കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ബന്ധങ്ങൾക്ക് നമ്മുടെ മുറിവിനേക്കാളും നമ്മുടെ വേദനകളെക്കാളും നമുക്കുണ്ടായ സഹനങ്ങളെക്കാളും നമ്മുടെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം, കാണണം, കാണണം. പോട്ടെ എൻ്റെ കൂടപ്പിറപ്പല്ലേ, പോട്ടെ എൻ്റെ അപ്പനല്ലേ, പോട്ടെ എൻ്റെ അമ്മയല്ലേ, എൻ്റെ സഹോദരങ്ങളല്ലേ, പോട്ടെ പോട്ടെ. ഇപ്പോൾ ഒരു സെൻറ്റ് ഭൂമി എൻ്റെ സഹോദരന് കിട്ടി, അവൻ കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് കേട്ടാൽ ഉറപ്പായിട്ട് ആ കുഞ്ഞിൽ കിട്ടുന്നൊരു ഒരു ഒരു ആത്മീയ ബോധ്യമുണ്ടല്ലോ, ബന്ധങ്ങൾക്ക് ആ കുഞ്ഞ് കൊടുക്കാൻ പോകുന്ന വിലയുണ്ടല്ലോ. നാളെ ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കൂ എന്നുള്ളത് 100% ഉറപ്പാണ്. ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം എന്താ? നിങ്ങൾ എന്തും സഹിച്ചും ബന്ധങ്ങളെ നിലനിർത്തി പോകുന്ന ഈ കുഞ്ഞുങ്ങൾ കണ്ടതുകൊണ്ട് നാളെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന എന്ത് വേദനകളുണ്ടായാലും കുഞ്ഞുങ്ങൾ അതൊക്കെ മാറി ഇന്ന് കരഞ്ഞും വിലപിച്ചൊക്കെ തീർത്തിട്ട് നിങ്ങളോട് അവർ സ്നേഹത്തിൽ നിങ്ങളെ ചേർത്ത് നിർത്തും. മരണം വരെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ വല്ലോടത്തും കിടന്ന് മരിക്കേണ്ടി വരും, വേറെ എവിടെയെങ്കിലും കിടന്നൊക്കെ ചാണ്ട അവസ്ഥ വരും. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലേ, 3 എന്ന് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. 3-മത്തത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ ശുശ്രൂഷകൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവ ശുശ്രൂഷകൾ ചെയ്യാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാനും പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം.
ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം വായിച്ച് അതിൻ്റെ 14-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ദൈവ ശുശ്രൂഷ ചെയ്താൽ നിനക്ക് പ്രതിഫലം ഉണ്ടെന്ന്. കിട്ടിയോ? തോബിത്ത് 4:14 അതിൻ്റെ ബി, അതായത് സെക്കൻഡ് പാർട്ട്. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. നമ്മളായിട്ട് ദൈവ ശുശ്രൂഷകളൊന്നും നമ്മൾ ഈ കാലത്ത് ചെയ്തിട്ടില്ല. 10, 50, 60 വയസ്സായി. ഇന്ന് വരെ ദൈവരാജ്യത്തിൽ ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ ദൈവ ശുശ്രൂഷകൾക്ക് നിർബന്ധിക്കണം. അതൊരു ഫോർമേഷനാണ്, ഒരു ഫോർമേഷനാണ്. നമുക്കിപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ ദിവസങ്ങളിലൊക്കെ ആ ടീനേജേഴ്സിൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോഴും അല്ലാതൊക്കെ ഈ ആലയത്തിൽ എന്തോരം കുഞ്ഞുങ്ങൾ വന്നാണ്. ഇന്നലെയൊക്കെ രാവിലെ 9 മണി മുതൽ 12-1 മണി വരെ കുഞ്ഞുങ്ങൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലിരിക്കും. ടീനേജ് പിള്ളേരെ, ഈ +1 +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 8-10 പിള്ളേർ. കഴിഞ്ഞ ധ്യാനത്തിനൊക്കെ 10, 25 പിള്ളേരാണ് ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുന്നത്. ശുശ്രൂഷ ചെയ്യാൻ ഒരാഴ്ച അവിടെ താമസിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ഭക്ഷണം വിളമ്പിലായിരിക്കും, ചിലപ്പോൾ ക്ലീനിങ് ആയിരിക്കും. ബാക്കിയുള്ള സമയത്ത് മുഴുവനും അവർ ആരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും വലിയ സ്നേഹത്തോടെ, മാതാപിതാക്കൾ വീട്ടിലെങ്കിൽ കുഞ്ഞുങ്ങൾ കാപ്പറായത് വരാൻ പറ്റിയല്ലോ. ചില പിള്ളേർ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ അപ്പനോ അമ്മയും ഞങ്ങളെ വിടുന്നില്ല അച്ഛാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അച്ഛാ, അപ്പനോ അമ്മയും വിടുന്നില്ല അച്ഛാ. പൊതിഞ്ഞു പിടിച്ചോ ഇതിനൊക്കെ, എന്നിട്ട് ബാക്കി എല്ലാത്തിനും നിങ്ങളെ വിടും. പള്ളി ഒരു സ്കൂളിലെ മറ്റേ പിക്നിക്കിന് വേണമെങ്കിൽ 3 ദിവസം വിട്ടോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ മറ്റേ അവിടെ യുവജനോത്സവം വരുമ്പോൾ അതിന് എല്ലാം കാശ് മുടക്കി ഇതിനങ്ങളെ വിട്ടോളും, അതൊന്നും ഒരു വിഷയമല്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ പോയി കാവൽ കിടക്കാനൊന്നും അപ്പനും അമ്മയും കുഴപ്പമില്ല, അവരും പോയി വേണമെങ്കിൽ കാവൽ കിടന്നോളും. അവരെ അണിയിച്ചൊരുക്കാനും അവർക്ക് അതിനുവേണ്ടി കാശ് കൊടുക്കാനും അതിൻ്റെ ഡ്രസ് കോഡ് സാധനം മേടിക്കാനൊക്കെ. ഒരമ്മ പരാതിയായിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് യുവജനോത്സവത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് മേക്കപ്പെട്ട് നിന്ന് 9 മണിക്ക് അവരുടെ സ്റ്റേജ് പ്രോഗ്രാം വന്ന് 7 മണിക്കൂർ ഈ കുഞ്ഞുങ്ങളെ ഭക്ഷണം പോലും കഴിപ്പിക്കാതെ ഈ മേക്കപ്പെടുത്തി സ്റ്റേജിൽ 1 മിനിറ്റ് ജസ്റ്റ് കയറി ഇറങ്ങുന്നുള്ളൂ. ഈ കുഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഏതാണ്ടൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആടി പോകുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആകെ റോൾ അതാണ്. ക്രിസ്മസിന് ഈ തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറി പോകും, അത്രേ ഉള്ളൂ പരിപാടി. ഇതിനൊരു ഡ്രസ്സിന് സാധനം മേടിച്ചു, കാശ് കൊടുത്ത് 1000 രൂപ കൊടുത്ത് അതിൻ്റെ ഡ്രസ്സ് സാധനങ്ങൾ ഇതിനെ തലയിലിടാൻ മേത്തിടാനൊക്കെ സാധനങ്ങൾ മേടിച്ച് 2 മണിക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് മേക്കപ്പെട്ട് നിർത്തിയേക്കോ. 9 മണിക്ക് ഈ കുഞ്ഞ് സ്റ്റേജിൽ കയറുന്ന 7 മണിക്കൂർ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ കാറിലിരുത്തി AC ഒക്കെ ഇട്ടിരുത്തി ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പനും അമ്മയും വന്നത് ഇപ്പുണ്ട് അല്ലേ, സ്റ്റേജിൽ കയറുന്നത് കാണാൻ. തൻ്റെ കുഞ്ഞ് ലോകം കാണാൻ വേണ്ടിയിട്ട് കയറ്റുക. ഈ കുഞ്ഞ് ഒരു 10 മിനിറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വിടാൻ പറഞ്ഞാൽ ഈ അപ്പനമ്മയ്ക്ക് ചിലപ്പോൾ പറ്റിയല്ല. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരു 10 മിനിറ്റ് നിങ്ങൾ പൊക്കോ, എന്നിട്ട് നിങ്ങളും വേണമെങ്കിൽ അവിടെ 2 മണിക്കൂർ ഇരുന്നോ. ആ കുഞ്ഞ് 1 മണിക്കൂർ അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, ആ കുഞ്ഞ് 1 മണിക്കൂർ ശുശ്രൂഷ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് എന്തെല്ലാം അസ്വസ്ഥതകളാണ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊറോണയ്ക്ക് മുമ്പ് എന്തോരം യുവജനങ്ങളൊക്കെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, അവിടെയൊക്കെ ജീവിതത്തിൽ അവർ സെറ്റിലായില്ലേ. അവർക്ക് ദൈവം പ്രതിഫലം കൊടുത്തു. ഇന്ന് അവരൊക്കെ പറയുന്നതാണ്, അച്ഛാ ഞങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ തന്നു, ഞങ്ങൾക്കൊരു ഭവനം തന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു. ഇതൊക്കെ ഇന്നലകളിൽ ഈ ആലയത്തിൽ വന്ന് കർത്താവിന് വേണ്ടി പ്രതിഫലമില്ലാതെ ശുശ്രൂഷ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. ഇത് പറയാനുള്ള ചങ്കുറ്റ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നേ. ഹല്ലേലൂയ. അപ്പം അത് പറഞ്ഞു വിടാനുള്ള ഒരു ധൈര്യവും ഒരു ചങ്കുറപ്പൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ഈ അവധിക്കാലമല്ലേ 1-2 മാസമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചുമ്മാ വീട്ടിലിരുന്ന് മൊബൈലും തോണ്ടി TV-യും കണ്ട് സിനിമയും കണ്ട് PUBG-യും കളിച്ച് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പൊതിഞ്ഞു പിടിച്ച് അവസാനം ഇതിനൊക്കെ കുഴിയിലിട്ട് മൂടേണ്ട പോലത്തെ അവസ്ഥയായി. ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പൊക്കോട്ടെ, പക്ഷേ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രേരിപ്പിക്കണം. ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യാൻ കുഞ്ഞുങ്ങളെ കാരണം അതിന് പ്രതിഫലമുണ്ട്. ഇന്നിപ്പോൾ തന്നെ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കരുത്. എന്നെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ദൈവം കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളില്ലായിരിക്കും, കൊച്ചുമക്കൾ എവിടെയൊക്കെ ആയിരിക്കും, ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ, എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ ചിന്തിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുക. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ കുഞ്ഞ് അങ്ങനെ
ഈശോയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് അങ്ങനെ കൂടി ചിന്തിക്കാൻ ഈ കുഞ്ഞിനെ പ്രേരിപ്പിക്കുക. അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രേരിപ്പിക്കണം. ദൈവരാജ്യ ശുശ്രൂഷകൾക്കായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഇത് ചെറുപ്പത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇച്ചിരി വളർന്നാലും കുഴപ്പമില്ല. നമുക്ക് എപ്പോഴൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവരാജ്യ ശുശ്രൂഷകൾ കുടുംബമായിട്ടോ നിങ്ങളുടെ വീട്ടിലിരുന്നോ എവിടെയെങ്കിലും പോയോ നിങ്ങൾക്ക് കംഫർട്ടബിളാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും കൊണ്ട് ഈ അവധിക്കാലത്തൊക്കെ ഈ നോർത്ത് ഇന്ത്യകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ യുവജനങ്ങളാണ് പോയേക്കുന്നത്. അവിടെ അവധിക്കാലം മിഷനിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് 1-2 മാസമൊക്കെ അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അവർക്ക് വെറുതെ കളഞ്ഞൂടെ? ആ സമയം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നോർത്ത് ഇന്ത്യ ഏരിയകളിലൊക്കെ മിഷനുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം കർത്താവ് അവർക്ക് നൽകും. ഭാവിയിൽ ഒത്തിരി നിങ്ങൾ ചങ്കുലക്കേണ്ടി വരില്ല. ഒത്തിരി നിങ്ങൾ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അസ്വസ്ഥരാകേണ്ടി വരില്ല. കാരണം ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ പ്രതിഫലം തരാതിരിക്കില്ല. ഹല്ലേലൂയ. നേരത്തെയൊക്കെ ഇവിടെ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ യൂത്തിലെ പിള്ളേർ ഒത്തിരി പേര് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച 3 ആഴ്ച, ചിലപ്പോൾ വിസ തടസ്സപ്പെട്ട് നിൽക്കുന്ന സമയം, IELTS പരീക്ഷ എഴുതി നിൽക്കുന്ന സമയം, അങ്ങനെയൊക്കെ 2 ആഴ്ച 3 ആഴ്ച റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, അവിടെ ശുശ്രൂഷ ചെയ്യാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ വിസ തടസ്സമായിട്ട് വന്നാണ് ഉറപ്പായിട്ടും അവർക്ക് വിസ കിട്ടും. കാരണം എന്താ, അവർ ആ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ പരീക്ഷ പാസ് ജയിക്കുമെന്നും പോലും വിചാരിച്ച കേസുകളല്ല. പക്ഷെ അതൊക്കെ പാസ്സായി. ഒരാൾ പോലും 1-2 മാസത്തിലത്തെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനകം അവർ വിദേശത്തും പോയിട്ടുണ്ട്. ഒത്തിരി പിള്ളേർ. എന്നിട്ട് അവർ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾ പോലും ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുന്നു. ശുശ്രൂഷ ചെയ്തു. ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് അധികം ശുശ്രൂഷ അനുവദിക്കുന്നില്ല. കാരണം അവർക്കെല്ലാം വിദേശത്ത് പോകണേ. അതുകൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തോട്ടെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ വേണ്ട ശുശ്രൂഷയുടെ. കാരണം എന്താ, വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ അങ്ങനെയല്ല, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. അപ്പോൾ അതിൽ ദൈവം അനുഗ്രഹിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഒത്തിരി പേര് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ശുശ്രൂഷ ചെയ്യാച്ചാ എന്തിനാ? അല്ല, അവരൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്ത് അവർക്ക് പെട്ടെന്ന് വിസ കിട്ടിയെന്ന് പറഞ്ഞ്. അവിടെ ഞങ്ങളിപ്പോൾ ആരെയും അങ്ങനെയല്ല. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. ബാക്കി ഒരു ലക്ഷ്യത്തോട് ആ ദൈവം പ്രതിഫലം ഏത് രീതിയിൽ എങ്ങനെ എന്ന് നമുക്കറിയില്ല. ദൈവം നമുക്ക് പ്രതിഫലം തരും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്യും. ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് പ്രതിഫലമുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായ നിത്യജീവൻ്റെ പ്രതിഫലം അവൻ നമുക്ക് തരും. ഈ ലോക ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ലേലും ചിലപ്പോൾ ആശങ്കപ്പെടേണ്ട. നിത്യജീവൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പ്രതിഫലം അവൻ നമുക്ക് തരും.